CMFിന്റെ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് CMF ഫോൺ 2 Pro. അതുപോലെ തന്നെ ഓപ്പോയുടെ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് ഓപ്പോ K13 5G. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 2 Proയും അതുപോലെ തന്നെ ഓപ്പോ K13 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 2 Proയിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓപ്പോ K13ൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും ആണ് വരുന്നത്. അപ്പോൾ രണ്ട് ഫോണുകളിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസും അതുപോലെ തന്നെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ CMFിൽ ബെറ്റർ ആയിട്ടുള്ള 2160 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ CMFിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. ഓപ്പോയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് CMFിൽ വരുന്നുണ്ട്. പിന്നെ CMFിൽ HDRന്റെ സപ്പോർട്ട് വരുന്നുണ്ട് വീഡിയോ പ്ലേ ബാക്കിലൊക്കെ. ഓപ്പോയിൽ HDRന്റെ സപ്പോർട്ട് വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിലൊക്കെ ചെറിയൊരു അഡ്വാൻറ്റേജ് CMFിന് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ CMF ആയിരിക്കും സ്ലൈറ്റ്ലി ബെറ്റർ. കാരണം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ HDRന്റെ സപ്പോർട്ട് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ ലഭിക്കുന്നുണ്ട്. ഇനി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. CMFിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. ഓപ്പോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് CMFിനാണ്. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യവും. CMFിൻ്റെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. ഓപ്പോയുടെ തിക്നെസ് വരുന്നത് 8.45 mm ആണ്. വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് CMFിലാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാറ്ററി കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് വെയിറ്റും തിക്നെസ്സും ഓപ്പോയിൽ കുറച്ച് കൂടിയിട്ടുള്ളത്. പിന്നെ CMFിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓപ്പോയിൽ IP65 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് ഓപ്പോയിൽ വരുന്നുണ്ട്. പിന്നെ CMFിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ബാക്ക് പാനലിലൊക്കെ നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ക്യാമറ എക്സ്ട്രാ ഒരു ലെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് അറ്റാച്ച് ചെയ്തൊക്കെ വെക്കാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ എസെൻഷ്യൽ കീ എന്നുള്ള ഒരു ബട്ടണും കൂടി ഫോണിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. പല ഫംഗ്ഷൻസും ഇതിലോട്ട് അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് CMFിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊന്നും ഓപ്പോയിൽ വരുന്നില്ല. പിന്നെ ഈ രണ്ട് ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോണിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMFിൽ MediaTek Dimensity 7300 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഓപ്പോയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകൾ തന്നെയാണ് രണ്ടും. എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പോയിൽ വരുന്ന പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അതുമാത്രമല്ല ഓപ്പോയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. CMFിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടൈപ്പ് കൂടി നമുക്ക് ഓപ്പോയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാം തന്നെയാണ് വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ഓപ്പോ ആയിരിക്കും. കാരണം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. CMFിൽ 16ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോയിൽ 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. കൂടുതൽ 5G ബാൻഡ്സ് ഒക്കെ CMFിൽ വരുന്നുണ്ട്. എന്നാലും രണ്ട് ഫോണുകളിലും മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ CMFിൽ 5G+ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. എന്നാൽ ഓപ്പോയിൽ 5G+ന്റെ സപ്പോർട്ട് വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ CMFിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണിൻ്റെയും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CMFിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. പക്ഷേ ഓപ്പോയിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല. ഇതിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓപ്പോയിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ CMFിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഓപ്പോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോയിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. പക്ഷേ CMFിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ട് കൂടി സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഓപ്പോയിലാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. രണ്ട് ഫോണിലും വരുന്നത് Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ CMFിൽ നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഓപ്പോയിൽ ColorOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇതിൽ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് CMFിലായിരിക്കും ലഭിക്കുക.
അപ്പം ആ ഒരു കാര്യത്തിലേക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് CMFന് വരുന്നുണ്ട്. അതുമാത്രമല്ല CMFൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓപ്പോയിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും നമുക്ക് CMFൽ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, AI ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ AI ഫീച്ചേഴ്സ് ഓപ്പോയിൽ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഓപ്പോക്കും വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMFൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഓപ്പോയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് വരുന്നത്. പക്ഷേ രണ്ടാമത്തെ സെൻസർ എന്ന് പറയുന്നത് വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 മെഗാ പിക്സൽ ഒരു സെൻസറാണ്. ഇതിൽ ടെലിഫോട്ടോ ലെൻസോ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു കാര്യത്തിലൊക്കെ CMFന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തായാലും ക്യാമറ കമ്പാരിസണും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ CMF ഫോൺ 2 Proയിൽ ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് ബെറ്ററാണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് എടുക്കാനും പറ്റും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങും സ്ലൈറ്റ്ലി ബെറ്റർ ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. രണ്ടിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. അപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ CMF ഫോൺ 2 Pro സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട് ക്യാമറയിൽ 1080p വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ CMF ഫോൺ 2 Pro ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്യാമറയ്ക്കും കൂടി കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ CMF ആയിരിക്കും ഈ 2 ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CMFൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ ഓപ്പോയിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം ഓപ്പോയിൽ നമുക്ക് വളരെ കൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പം വലിയൊരു അഡ്വാൻറ്റേജ് ഓപ്പോക്ക് ഈ ഒരു കാര്യത്തിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല ഓപ്പോയിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. CMFൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഓപ്പോയിൽ വരുന്നുണ്ട്. പിന്നെ 2 ഫോണുകളിലും Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഫോണുകളുടെയും ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഓപ്പോക്ക് വരുന്നുണ്ട്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 2 Proയുടെ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. ഓപ്പോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. CMF ഫോൺ 2 Proയുടെ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. ഓപ്പോയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ ഓപ്പോക്ക് കമ്പാരിറ്റീവ്ലി 1000 രൂപ കുറവാണ്. ഈ ഒരു കാര്യത്തിലും ഓപ്പോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 2 Proയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ HDRൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പല ആക്സസറീസും നമുക്ക് ഈ ഒരു ബാക്ക് പാനലിലോട്ട് അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഒരു എസെൻഷ്യൽ കീ ഒക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കൂടുതൽ 5G ബാൻഡ്സ് ലഭിക്കുന്നുണ്ട്. 5G+ൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ കാലത്തേക്കുള്ള OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഓപ്പോയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ കൂടുതൽ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള IP65 റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഇതൊക്കെയാണ് ഈ 2 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 2 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോ K30 നോക്കാം. ഇപ്പോൾ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതല്ല നിങ്ങൾ ക്യാമറയ്ക്ക് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 2 ഫോണുകളിൽ നിങ്ങൾക്ക് CMF ഫോൺ 2 Pro നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും CMF ഫോൺ 2 Pro നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ നിങ്ങളുടെ മെയിൻ പ്രിഫറൻസ് എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.